നമസ്കാരം. ഇന്നലെ കൊച്ചി അമൃത ആശുപത്രിയിൽ നിന്നും 10 മാസം പ്രായമുള്ള കുഞ്ഞിന്റെ അവയവങ്ങളുമായി കൊച്ചിയിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് വിമാന വേഗത്തിൽ ആംബുലൻസ് കുതിച്ചപ്പോൾ ജനങ്ങൾ ഒന്നടക്കം ചോദിച്ച ഒരു പ്രധാന ചോദ്യമുണ്ട്. എവിടെ പോയി കേരള സർക്കാർ കൊട്ടി ആഘോഷിച്ച ഹെലികോപ്റ്റർ? ഇടിഞ്ഞു പൊളിഞ്ഞു കിടക്കുന്ന റോഡിലൂടെ പോലീസിന്റെയും പൊതുജനത്തിന്റെയും സഹകരണം ഒന്നുകൊണ്ട് മാത്രമാണ് ആംബുലൻസ് ശരവേഗത്തിൽ തിരുവനന്തപുരത്തെത്തിയത്. മാസം 80 ലക്ഷം രൂപ വാടക കൊടുക്കുന്ന സർക്കാർ ഹെലികോപ്റ്റർ എവിടെയെന്ന് സമൂഹ മാധ്യമം ചോദിക്കുകയാണ്. കൊച്ചിയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് അലൻ ഷെറിൻ എന്ന പിഞ്ചു കുഞ്ഞിന്റെ ഹൃദയവുമായി ജയനീഷും ശരത്തും ആംബുലൻസിൽ മരണപ്പാച്ചിൽ നടത്തുമ്പോൾ എയർ ആംബുലൻസിനായി മാറേണ്ട ഹെലികോപ്റ്റർ എവിടെയായിരുന്നു എന്ന ചോദ്യം ഭരണകൂടത്തെ പ്രതിക്കൂട്ടിലാക്കുകയാണ്. 227 കിലോമീറ്റർ ദൂരം 3.25 മണിക്കൂർ കൊണ്ട് റോഡ് മാർഗം താണ്ടേണ്ടി വന്നത് നമ്മുടെ ഭരണാധികാരികളുടെ നിസ്സംഗത കൊണ്ടല്ലേ എന്നാണ് ഉയരുന്ന ചോദ്യം. തീരദേശ നിരീക്ഷണത്തിനും VIP യാത്രകൾക്കുമൊപ്പം എയർ ആംബുലൻസ്, അവയവ കൈമാറ്റം എന്നിവയ്ക്കായി മാസം 15 മണിക്കൂർ ഹെലികോപ്റ്റർ ഉപയോഗിക്കാമെന്നാണ് ജിപ്സൺ ഏവിയേഷനുമായുള്ള കരാറിലുള്ളത്. അടിയന്തര സാഹചര്യങ്ങളിൽ സമയക്രമത്തിൽ മാറ്റം വരുത്താൻ DGPക്ക് അധികാരമുണ്ട്. എന്നിട്ടും ജീവൻ രക്ഷിക്കാനുള്ള ഈ വലിയ ദൗത്യത്തിന് എന്തുകൊണ്ട് ഹെലികോപ്റ്റർ വിട്ടു നൽകിയില്ല? ഓരോ മാസവും ലക്ഷക്കണക്കിന് വാടക ഇനത്തിൽ ഖജനാവിൽ നിന്ന് ഒഴുകുമ്പോൾ അത്യാസന്ന നിലയിലുള്ള രോഗികൾക്കും അവയവ കൈമാറ്റത്തിനും ഈ സേവനം ലഭ്യമാകാത്തത് ആരെ സഹായിക്കാനാണ്? ഹെലികോപ്റ്റർ വാടകയെക്കുറിച്ചും അതിന്റെ ഉപയോഗത്തെക്കുറിച്ചും ചോദിക്കുമ്പോൾ ആഭ്യന്തര വകുപ്പിന് മൗനം മാത്രമാണ്. എല്ലാം പരമരഹസ്യം. മന്ത്രിമാരും കുടുംബാംഗങ്ങളും എത്ര തവണ പറന്നു എന്ന ചോദ്യത്തിന് വിവരമില്ല. എന്നാൽ അവയവങ്ങൾ കൊണ്ടുപോകാൻ 5 വർഷത്തിനിടെ വെറും 6 തവണ മാത്രമാണ് ഈ സേവനം ഉപയോഗിച്ചതെന്നാണ് കണക്കുകൾ. സാധാരണക്കാരന്റെ ജീവൻ രക്ഷിക്കാൻ റോഡിലെ ട്രാഫിക് ബ്ലോക്കുകളെ അതിജീവിച്ചുകൊണ്ട് ആംബുലൻസ് ഡ്രൈവർമാർ നെട്ടോട്ടം ഓടുമ്പോൾ ആകാശത്ത് കറങ്ങേണ്ട ഹെലികോപ്റ്റർ എവിടെയോ വിശ്രമിക്കുകയാണ്. അങ്ങനെ വിവരാവകാശ രേഖ പ്രകാരം കൊടുത്ത കത്തിൽ ലഭിച്ച വിവരങ്ങൾ വലിയ രീതിയിൽ ദുരൂഹത, സംശയങ്ങളും സൃഷ്ടിക്കുന്നതാണ്. സംസ്ഥാന സർക്കാർ വാടകയ്ക്കെടുത്ത ഹെലികോപ്റ്റർ പറന്നത് എന്തിനൊക്കെ, എവിടെയൊക്കെ? വിവരങ്ങൾ രഹസ്യമായതിനാൽ മറുപടി നൽകാൻ കഴിയില്ല എന്നാണ് കേരള പോലീസ് പറയുന്നത്. വിവരാവകാശ നിയമപ്രകാരം നൽകിയ അപേക്ഷയ്ക്കാണ് ഈ പ്രതികരണം. ഹെലികോപ്റ്റർ സംബന്ധിച്ച കാര്യങ്ങൾ ആരാഞ്ഞുകൊണ്ട് ആഭ്യന്തര വകുപ്പിനാണ് കത്ത് നൽകിയത്. ദില്ലിയിലെ ജിപ്സൺ ഏവിയേഷൻ കമ്പനിയിൽ നിന്നും മാസം 80 ലക്ഷം രൂപയ്ക്ക് ഹെലികോപ്റ്റർ വാടകയ്ക്ക് എടുത്തിട്ടുണ്ട് എന്ന അറിവ് മാത്രമാണ് വിവരാവകാശ നിയമപ്രകാരം കൊടുത്ത മറുപടിയിൽ ലഭിച്ചത്. മറ്റു ചോദ്യങ്ങൾക്ക് മറുപടി നൽകാൻ പോലീസ് ആസ്ഥാനത്ത് അപേക്ഷ നൽകിയെങ്കിലും വിവരങ്ങളെല്ലാം സമ്പൂർണ്ണ രഹസ്യമെന്നായിരുന്നു പ്രതികരണം. കരാർ സംബന്ധിച്ച് നേരത്തെ സർക്കാർ വെളിപ്പെടുത്തിയ വിവരങ്ങളെക്കുറിച്ച് പോലും അധികൃതർ മൗനം പാലിക്കുകയാണ്. മസ്തിഷ്ക മരണം സംഭവിച്ചവരുടെ അവയവം കൊണ്ടുപോകാൻ എത്ര തവണ ഹെലികോപ്റ്റർ ഉപയോഗിച്ചു എന്ന ചോദ്യത്തിനും ഒരു മറുപടിയുമില്ല. കരാർ അനുസരിച്ച് ഹെലികോപ്റ്ററിന്റെ വാടക നിർണയവും സേവനവും എങ്ങനെ? സംസ്ഥാനത്തിന് പുറത്തേക്ക് ഹെലികോപ്റ്റർ സേവനം ഉപയോഗിച്ചിട്ടുണ്ടോ? മന്ത്രിസഭാ അംഗങ്ങളും കുടുംബാംഗങ്ങളും എത്ര തവണ ഹെലികോപ്റ്ററിൽ യാത്ര ചെയ്തിട്ടുണ്ട് എന്നൊക്കെയായിരുന്നു ചോദ്യങ്ങൾ. ഇത്തരം കാര്യങ്ങൾ രഹസ്യഭാഗത്തിൽ കൈകാര്യം ചെയ്യുന്നവയാണെന്നും വിവരാവകാശ പരിധിയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ടെന്നുമായിരുന്നു കേരള പോലീസിന്റെ വിചിത്രമായ മറുപടി. എന്നാൽ അവയവം കൊണ്ടുപോകാൻ 5 വർഷത്തിനിടെ 6 തവണ ഹെലികോപ്റ്റർ ഉപയോഗിച്ചിട്ടുണ്ട് എന്നാണ് അവയവദാനത്തിനുള്ള സർക്കാർ ഏജൻസിയായ കെസോട്ടോയിലെ ഉദ്യോഗസ്ഥർ പറയുന്നത്. 80 ലക്ഷം വാടകയ്ക്ക് മാസം 25 മണിക്കൂർ പറക്കാനാണ് ജിപ്സൺ കമ്പനിയുമായുള്ള കരാറെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരത്തെ വിശദീകരണം നൽകിയിട്ടുണ്ട്. തീരപ്രദേശങ്ങളിലെയും അതിർത്തികളിലെയും നിരീക്ഷണത്തിന് 5 മണിക്കൂർ, VIP യാത്രകൾ, എയർ ആംബുലൻസ്, അവയവ കൈമാറ്റം, പ്രകൃതിക്ഷോഭ സമയങ്ങളിലെ രക്ഷാപ്രവർത്തനം എന്നിവയ്ക്കായി 15 മണിക്കൂർ. ഇടതുപക്ഷ തീവ്രവാദ പ്രവർത്തനത്തിനുള്ള 5 ജില്ലകളിൽ അത് നിരീക്ഷണത്തിനായി 5 മണിക്കൂർ എന്നിങ്ങനെയാണ് ഉപയോഗക്രമം. അടിയന്തര സാഹചര്യങ്ങളിൽ ഈ സമയക്രമത്തിൽ മാറ്റം വരുത്താൻ സംസ്ഥാന പോലീസ് മേധാവിക്ക് അധികാരമുണ്ട്. എന്നിട്ടും ഇന്നലെ ശരവേഗത്തിൽ കൊച്ചിയിൽ അമൃത ആശുപത്രിയിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് കിംസിലും അതോടൊപ്പം തന്നെ SIT ആശുപത്രിയിലും അടക്കം പറന്ന ആംബുലൻസിന് എന്തുകൊണ്ട് ആ അവയവം എയർ ആംബുലൻസ് വഴി എത്തിച്ചുകൂടായിരുന്നു എന്നൊരു ചോദ്യം ജനങ്ങൾ ചോദിക്കുകയാണ്. അപ്പോൾ സർക്കാർ സംവിധാനം കണ്ടില്ല കേട്ടില്ല എന്ന് നടിച്ച് ഇരിക്കുകയാണ്.